Of non-parametric surfaces. Non-parametric surfaces of the form z equal to g of xy, y equal to g of zx, and x equal to g of yz can be expressed parametrically using the independent variables as parameters. അപ്പോൾ നമുക്ക് പാരാമെട്രിക് അല്ലാത്ത ഫോമിൽ സർഫസസ് തരികയാണ്. z equal to g of xy, y equal to g of zx and x equal to g of yz തന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ആ പാരാമെട്രിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ തന്നെ പാരാമീറ്റേഴ്സായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. z equal to g of xy എടുക്കുന്നു. പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ നമുക്ക് കൊടുക്കുന്നത് എക്സും വൈയും ആണല്ലോ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. എക്സിന് യുവും വൈക്ക് വിയും കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ വെക്ടർ ആർ ഇസ് ഇക്വൽ ടു യു ഐ പ്ലസ് വി ജെ പ്ലസ് ജി ഓഫ് യു ഇൻറ്റു കെ എന്ന് കിട്ടും. Similarly, the surface y is equal to g of x has the representation. ഇതേപോലെ തന്നെ എക്സിന് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന യുവും ഇസഡിന് കൊടുത്തിരിക്കുന്നത് ഇസഡിന് യുവും കൊടുത്തു, എക്സിന് വിയും. അപ്പോൾ കിട്ടുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നല്ലേ. അപ്പം വി ഐ പ്ലസ് ജി ഓഫ് യു വി ഇൻറ്റു ജെ പ്ലസ് യു കെ എന്ന് കിട്ടും. ആൻഡ് ദി സർഫസ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ സെഡ് has the representation vector r is equal to y in u z in v. അപ്പോൾ g of u v into y plus u j plus v k എന്ന് കിട്ടും. These representations impose positive and negative orientation on the surfaces in accordance with the formula vector n bar equal to dou r by dou u cross dou r by dou v divided by norm of dou r by dou u cross dou r by dou v. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓറിയൻറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു അതിനൊരു ഓരോ പോയിന്റിൽ നമ്മൾ അവിടുത്തെ നോർമൽ വെക്ടറിനെ തന്നെ അവിടുത്തെ വെക്ടറായിട്ട് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും അവിടെ നമുക്കൊരു വെക്ടർ ഉണ്ടാവണം. അങ്ങനെയുള്ളതാണല്ലോ നമ്മുടെ ഓറിയൻറ്റേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ വെക്ടറിനെ തന്നെയാണ് ആ ഓറിയൻറ്റേഷന് ഉള്ള വെക്ടറായിട്ട് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ നോർമൽ വെക്ടർ കിട്ടുന്നതിനുള്ള ഫോർമുല എൻ ബാർ ഇസ് ഈക്വൽ ടു എൻ ബാർ ഓഫ് യു വി ഇസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡിവൈഡ് ബൈ നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി. ഈ ഫോർമുലയെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്ടേഴ്സ് കിട്ടും. We leave it an exercise to calculate n bar and minus n bar in each case and to show that the positive and negative orientation are as shown in table. അപ്പോൾ സർഫസ് മൂന്നെണ്ണം ഇപ്പോൾ നമ്മൾ കണ്ടത് മൂന്നും എഴുതിയിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് ഓറിയൻറ്റേഷനും നെഗറ്റീവ് ഓറിയൻറ്റേഷനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് പ്രോബ്ലംസിനകത്ത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ ഇത് കിട്ടുന്നു എന്നുള്ളത് ആദ്യത്തെ ഒരെണ്ണത്തിൻ്റെ മാത്രം ഞാൻ പ്രൂഫ് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ സർഫസ്. അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എൻ ബാർ കിട്ടിയിരിക്കുന്നത്, പോസിറ്റീവ് കെ കമ്പൗണ്ട്. അവിടെ നോക്കുക നമുക്ക് എൻ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ, അതായത് കെയുടെ കമ്പോണൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പം കെയുടെ കമ്പോണൻറ്റ് നെഗറ്റീവ് ആകുമ്പോൾ ഉള്ളതായിരിക്കും നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. ഈ എൻ ബാറിന് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഇസഡിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് ഇരിക്കുന്ന വെക്റ്റർ അതാണ് പോസിറ്റീവ് അങ്ങനത്തെ വെക്ടറുകളാണ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇസഡിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് ഇരിക്കുക. ഇസഡിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ കമ്പോണൻറ്റ് നെഗറ്റീവ് ആവും. അതാണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. ദെൻ ദ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സർഫസ് ക്യാൻ ബി ഗിവൺ ബൈ സെറ്റിംഗ്. അപ്പോൾ എക്സ് ഈക്വൽ ടു യുവും നമ്മൾ വൈ ഈക്വൽ ടു വിയും കൊടുക്കുന്നു. അപ്പോൾ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് യു വി എന്ന് നമുക്ക് കിട്ടും. ദെയർ ഫോർ വെക്ടർ ആർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? യു ഐ പ്ലസ് വി ജെ പ്ലസ് ജി ഓഫ് യു ഇൻറ്റു കെ എന്ന് കിട്ടും. ദെൻ ഡോ ആർ ബൈ ഡോ യു എന്താവും കിട്ടുക? ഐ പ്ലസ് ഡോ ജി ബൈ ഡോ യു ഇൻറ്റു കെ ഈക്വൽ ടു ഐ പ്ലസ് ഡോ ജിയും യു എല്ലാം നമ്മൾ തിരിച്ച് ഇസഡ് ഈക്വൽ ടു ആണല്ലോ ജി. അപ്പം ഡോ ഇസഡ് ബൈ യു എന്താണ് എക്സ്, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു കെ എന്ന് കിട്ടും. ഇനി ഡോ ആർ ബൈ ഡോ വി കണ്ടുപിടിച്ചാൽ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ വി ഇൻറ്റു കെ എന്ന് കിട്ടും ഈക്വൽ ടു ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു കെ എന്ന് കിട്ടും. ഓക്കെ, ദെൻ എൻ ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡിവൈഡ് ബൈ അതിൻ്റെ നോ. അപ്പോൾ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആദ്യം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കണ്ടാൽ കിട്ടിയത് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ എന്ന് കിട്ടി. അപ്പോൾ എൻ ബാർ എന്ത് കിട്ടും? ഇപ്പോൾ കിട്ടിയത് ഡിവൈഡ് ബൈ അതിൻ്റെ നോം. അപ്പോൾ നമുക്ക് ആ കോളത്തിലുള്ളതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഓരോന്നിൻ്റെതും ചെയ്യാം. ഇനി ഇത് പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്.
കാരണം ഇവിടെ കെയിൻ്റെ കമ്പോണൻ്റ് എന്തായിട്ട് പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ മൊത്തത്തിൽ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അതായത് ഈ കിട്ടിയിരിക്കുന്ന വെക്ടർ അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താണല്ലോ. അപ്പോൾ ഈ വെക്ടറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വെക്ടർ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടറാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏത് രീതിയിൽ വേണം? ഇസഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം. അപ്പോൾ കെ കമ്പോണൻറ്റ് നെഗറ്റീവ് ആവുന്ന രീതിയിൽ എടുക്കുക. അപ്പം മൊത്തത്തിൽ നമ്മളൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നോം എടുത്തു കഴിഞ്ഞാൽ ആ ഇതിനകത്തിൽ ഉള്ളതുപോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, നെഗറ്റീവ് കെ കമ്പോണൻറ്റ് വന്നിരിക്കുന്നു. മൈനസ് എൻ ബാർ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ഡോ ഇസഡ് ബൈ ഡോ. മൊത്തത്തിൽ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ, വേറെ ചേഞ്ചൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ പഠിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അടുത്ത തിയറം 2. ലെറ്റ് സിഗ്മ ബി എ സ്മൂത്ത് സർഫസ് ഓഫ് ദി ഫോം z equal to g of xy, y equal to g of zx or x equal to g of yz, and suppose that the component functions of the vector field f bar are continuous on sigma. Suppose also that the equation for sigma is written as capital G of xy is equal to 0 by taking g to the left side of the equation, and let capital R be the projection of sigma on the coordinate plane determined by the independent variables of g. If sigma has positive orientation, then phi is equal to double integral over sigma f bar of xyz dot n bar of xyz into ds equal to double integral over r f dot del g into dA. ഓക്കെ, നമുക്ക് സിഗ്മ എന്ന് പറയുന്ന സ്മൂത്ത് സർഫസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള നോൺ പാരാമെട്രിക് സർഫസസ് ആണ് നമ്മുടെ സിഗ്മയുടെ ഫോം. ആൻഡ് സപ്പോസ് ദാറ്റ് ദ കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി വെക്റ്റർ ഫീൽഡ് എഫ് ബാർ എന്ന് പറയുന്നൊരു വെക്റ്റർ ഫീൽഡ് ഉണ്ട്. അതിൻ്റെ കമ്പോണൻറ്റ് ഫങ്ഷൻസ് സിഗ്മയിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. സപ്പോസ് ഓൾസോ ദാറ്റ് ദ ഇക്വേഷൻ ഫോർ സിഗ്മ ഇസ് റിട്ടൺ ആസ്. അപ്പോൾ ഈ സിഗ്മയുടെ ഇക്വേഷൻ നമുക്ക് ജി ഓഫ് എക്സ് ഇസഡ് ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സിഗ്മയുടെ ഫോം ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഒറ്റ സൈഡ് എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും കൂടെ ഉള്ള ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കിട്ടുമല്ലോ. അതാണ് ആ ലെഫ്റ്റ് സൈഡിലുള്ളതിനെയാണ് നമ്മൾ ഈ capital G of x y z എന്ന് വിളിക്കുന്നത്. അത് equal to 0 by taking g to the left side of the equation, and let capital R be the projection of sigma on the coordinate plane determined by the independent variables of g. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സിഗ്മയുടെ പ്രൊജക്ഷൻ എടുക്കുന്നു. അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങോട്ടാണ്? ഈ ജി ഏത് ജി ആണോ അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈക്കകത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സും വൈയും ആണ്. അപ്പം ഈ സിഗ്മ എന്ന് പറയുന്ന ഈ സർഫസിൻ്റെ പ്രൊജക്ഷൻ ഓൺ ടു ദി എക്സ് വൈ പ്ലെയിനാണ് എടുക്കേണ്ടത്. ആ റീജിയനാണ് ക്യാപിറ്റൽ ആർ. ഇഫ് സിഗ്മ ഹാസ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ then phi is equal to double integral over sigma f bar of xyz dot n bar of xyz into ds equal to double integral over r f dot del g into dA. Formula phi can be used directly for computation or to derive some more specific formulas for each of the three surface types. For example, z equal to g of xy, then we have capital G of xy z എന്താണ്? ആ ജീനെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ z മൈനസ് ജി ഓഫ് എക്സ് വൈ. സോ ഡെൽ ജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ ഈക്വൽ ടു മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ. ഇതെങ്ങനെ കിട്ടുന്നത്? നമുക്ക് ഡെൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡോ ക്യാപിറ്റൽ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ക്യാപിറ്റൽ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ക്യാപിറ്റൽ ജി ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെൽ ജിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ജി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സെഡ് മൈനസ് ജി ഓഫ് എക്സ് വൈ ആണല്ലോ. അപ്പോൾ നമ്മൾ ഡോ ക്യാപിറ്റൽ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഇസഡ് 0 ആവും, മൈനസ് ഇസഡിൻ്റെത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് 0 ആവും, മൈനസ് ജി ഓഫ് എക്സ് വൈ അല്ലേ. അപ്പോൾ മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് വീണ്ടും ഡോ ഇസഡ് ബൈ ഡോ വൈ 0 ആവും, മൈനസ് ഡോ ജി ബൈ ഡോ വൈ എന്ന് കിട്ടും ഇൻറ്റു ജെ പ്ലസ് ഇനി അടുത്ത ഡോ ബൈ ഡോ ഇസഡ് വരുമ്പോൾ ഇസഡ് 1 ആവും, എന്നിട്ട് ജി ഇത് 0 ആവും. അപ്പോൾ 1 കിട്ടും. 1 ഇൻറ്റു കെ ഈക്വൽ ടു ഇനി ജി എന്താണ്? ജി ഈക്വൽ ടു ഇസഡ് തന്നെയല്ലേ? ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണല്ലോ. അപ്പോൾ നമുക്ക് ജിയുടെ സ്ഥാനത്തിന് ഇസഡ് കൊടുക്കാം. മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ. Substituting this expression for del g in equation 5 and taking R to be the projection of the surface z equal to g of xy on the xy plane gives, നേരത്തെ പറഞ്ഞതിനകത്ത് നമ്മളിപ്പോൾ കിട്ടിയത് കൊടുക്കുകയാണ്.
ക്വസ്റ്റ്യൻ 5-നകത്ത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആറിലാണ് ഇനി നമ്മൾ ഓവർ ആറിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ബാർ ഡോട്ട് എൻ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ജി തന്നെയാണല്ലോ, നേരത്തെ പഠിച്ചതാണ്. അത് കൊടുക്കുന്നു ഇൻറ്റു ഡി ആൻഡ് സിഗ്മ ഓഫ് ദി ഫോം സിറ്റിക്കൽ ജി ഓഫ് എക്സ് വൈ. ഓറിയൻറ്റഡ് ഡൗൺ ആണെങ്കിൽ ഇത് കെ മൈനസും ബാക്കി രണ്ടും പോസിറ്റീവ് വരും, അറിയാമല്ലോ, മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. The formulas when y is equal to g of xy and x is equal to g of yz can be similarly ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ബാർ ഡോട്ട് എൻ ഡി എസ് വെൻ എഫ് ബാർ ഇസ് ഈക്വൽ ടു സി എക്സ് സ്ക്വയർ 0 3 y സ്ക്വയർ ആൻഡ് സിഗ്മ ഈസ് ദി പോർഷൻ ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ഇൻ ദി ഫസ്റ്റ് ഒക്ടൻറ്റ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ബാർ ഡോട്ട് എൻ ഡി എസ് കണ്ടുപിടിക്കണം. എഫ് ബാർ എക്സ് സ്ക്വയർ 0 3 y സ്ക്വയർ ആണ്. സിഗ്മ എന്ന് പറയുന്ന പോർഷൻ ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആണ് ഇൻ ദി ഫസ്റ്റ് ഒക്ടൻറ്റ്. പോർഷൻ ഓഫ് ദി ഗിവൺ പ്ലെയിൻ ഈസ് ഇൻഡിക്കേറ്റഡ്. നമ്മുടെ ഗിവൺ പ്ലെയിൻ്റെ പോർഷൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇസഡ് ഈക്വൽ ടു എന്താണ്? ജി ഓഫ് എക്സ് വൈ ആണ്. അപ്പം ഇസഡിക്കൽ ജി ഓഫ് എക്സ് ഈ ഫോമിൽ നമ്മൾ കൊണ്ടുവരണം, ഇവിടെ നേരിട്ട് തന്നിട്ടില്ല. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിക്കൽ 1-നകത്ത് ഇസഡ് എന്ത് കിട്ടും? 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഹെൻസ് യൂസിങ് ഇക്വേഷൻ 6 നേരത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ബാർ ഡോട്ട് എൻ ബാർ ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ബാർ ഡോട്ട് ഇപ്പോൾ കിട്ടിയത് ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നില്ലേ, 6-നകത്തിലുണ്ടായിരുന്നു, കൊടുക്കുന്നു ഇൻറ്റു ഡി എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഇനി എഫ് ഡോട്ട് ഈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എഫ് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 3 y സ്ക്വയർ എന്ന് കിട്ടും, ചെയ്യാവുന്നതേ ഉള്ളൂ. ആർ ദ പ്രൊജക്ഷൻ ഓഫ് സിഗ്മ വിച്ച് ഈസ് ഓഫ് ദി പോർഷൻ ഓഫ് ദി പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിൻ്റെ ഇത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ട സോളിഡാണ്. ഇതിൻ്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് ട്രയാങ്കിളാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ സൈഡിലത്തെ കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ്ഡ് 1 1 എഴുതിയിരിക്കുന്നതിന് ഇടയ്ക്കുള്ള ആ ലൈൻ്റെ ഇക്വേഷൻ എന്താ? ഇസഡ് 0 കൊടുത്താൽ മതി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. അതിനകത്തൊന്നും ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് നേരത്തെ ഇക്വേഷൻ അതുപോലെ എഴുതി ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് 3 y സ്ക്വയർ ഡി എക്സ് ഡി. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയായിരിക്കും. ആൻസർ 1/3 നമുക്ക് കിട്ടും.